എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. തലമുറ തലമുറയായിട്ട് നമ്മുടെ സങ്കേതമായ കർത്താവ് എത്ര വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്ത നമ്മുടെ കർത്താവ്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം, നമ്മുടെ ദൈവം തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമാണ്. ഈ ആഴ്ചയുടെ ഒടുവിലേക്ക് നമ്മൾ കടന്നു വന്നു. കർത്താവ് നമ്മെ ഈ ആഴ്ച മുഴുവനും കൺമണി പോലെ കാത്തു പരിപാലിച്ചു. എന്തെല്ലാം അനർത്ഥങ്ങൾ വന്നു. എത്ര നിമിഷം വേണം നമ്മുടെ വീഴ്ചയ്ക്ക്, നമ്മുടെ തകർച്ചയ്ക്ക് എത്ര നിമിഷം വേണം. എന്നാൽ നാം തോറ്റുപോകാനോ നാം തകർന്നു പോകാനോ ദൈവം അനുവദിച്ചില്ല. ഒന്ന്. രണ്ട്, അവൻ നമ്മുടെ പിതാവായതുകൊണ്ട് അനുവദിക്കുകയുമില്ല. അതുകൊണ്ടാണ് 91 സങ്കീർത്തനത്തിൽ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ ഭയങ്കര ധൈര്യമാണ്. അവൻ പറയാണ്, അവൻ എൻ്റെ കോട്ടയാണ്, ശരണമാണ്, എൻ്റെ പാറയാണ്. അവൻ എന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് വിടുവിക്കും, നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും, ഉച്ചക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്ന് വിടുവിക്കും. മലമ്പാമ്പിനെയും സിംഹത്തെ എല്ലാം ഞാൻ ചവിട്ടും, ഒന്നും എന്നോടടുക്കില്ല. എന്തൊരു ധൈര്യമാണ്! ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് കർത്താവ് എന്നെ വിടുവിക്കും. ഞാൻ കർത്താവിനെ കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കും, എനിക്ക് ഉത്തരം ലഭിക്കും. ദീർഘായുസ് കൊണ്ട് എൻ്റെ കർത്താവ് എനിക്ക് തൃപ്തി വരുത്തും. എല്ലാം അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. 91 സങ്കീർത്തനം മുഴുവൻ വിശ്വാസമാണ്. എനിക്ക് നടക്കുമെന്നേ, കർത്താവ് എന്നെ കാക്കും. ഞാൻ അവൻ്റെ നിഴലിൻ്റെ കീഴേ കിടക്കുമ്പോൾ എനിക്കിത് നടക്കും. 91 സങ്കീർത്തനത്തിൽ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നു. എന്നാൽ പുതിയ നിയമ വിശ്വാസി ആരാണ്? കർത്താവിൽ വസിക്കുന്നു. മറവിലല്ല, കർത്താവിലാണ്. മറവിലും കർത്താവിലും രണ്ടാണ്. അവൻ്റെ ചിറകിൻ്റെ കീഴെയല്ല, നാം അവനിലാണ്, അവൻ നമ്മിലാണ്. വേർപെടുക്കാൻ കഴിയാത്ത പോലെ, എൻ്റെ കൈ എന്നോട് കൂടെ ഉള്ളതുപോലെ. ഇപ്പോൾ പാസ്റ്റർ ജോഷിയുടെ തല നിങ്ങളോട് സംസാരിക്കുകയല്ല, ഞാനാണ് സംസാരിക്കുക. ഞാനെന്ന് പറയുമ്പോൾ ഇനി എൻ്റെ കൈയും തലയും ചെവിയും കണ്ണും മൂക്കും എല്ലാം കൂടി ചേർന്നാണ്. ഇതുപോലെ ക്രിസ്തുവാകുന്ന തലയോട് ചേർന്ന ശരീരവും ക്രിസ്തു തന്നെയാണ്. നാം ക്രിസ്തുവും ഒന്നാണ്. പല അവയവങ്ങളാണ്, ക്രിസ്തുവിൽ ഒന്നാണ്. വേർപിരിക്കാൻ കഴിയില്ല. കർത്താവിൽ ഉറച്ചു നിൽക്കാം. നമുക്ക് പാടി യേശു കർത്താവിനെ ആരാധിക്കാം. മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളം ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളം ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ ഹോസന്ന
ദൈവം എങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ ചെയ്യും? ദൈവം എങ്ങനെയെങ്കിലുമൊക്കെ അത്ഭുതം ചെയ്യട്ടെ. നമ്മളെ എങ്ങനെ ചെയ്യണമെന്നൊന്നും ദൈവത്തിന് ക്ലാസ് ഒന്നും എടുക്കട്ടെ. കർത്താവ് ഇങ്ങനെ തന്നെ ചെയ്യണം, ഇല്ല. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ അംഗീകരിക്കാൻ കഴിഞ്ഞാൽ ആ വ്യക്തിയാണ് അടുത്ത അത്ഭുതങ്ങൾ കാണുന്നത്. ചില അത്ഭുതങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും, എങ്കിലും ദൈവം അതിലൂടെ പോകാൻ നമ്മെ പരിശീലിപ്പിക്കുന്നു. ഇതാണ് ഏലിയാവിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഏലിയാവിനോട് ദൈവം പറയുകയാണ്, ദൈവത്തിന് വേണ്ടി നിന്ന ഏലിയാവ്, ആരും ചെന്ന് നിന്ന് തൻ്റെ ഇടത്തോടെ ദൈവത്തിന് വേണ്ടി സംസാരിക്കാത്ത കൊട്ടാരത്തിൽ, തല പോകാൻ വരെ സാധ്യതയുള്ള കൊട്ടാരത്തിൽ ജീവൻ പണയം വെച്ചുകൊണ്ട് ചെന്ന്, ഇനി ഞാൻ പറയാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ ഏലിയാവിന്, അവനോട് ദൈവം പറയുകയാണ്, നീ കെരീത്തിൽ പോയിരിക്കെ. കെരീത്തിൽ 1 രാജാക്കന്മാർ 17 കെരീത്തിൽ നിന്നെ പോറ്റി പുലർത്തേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് കാക്കയോട് പറയാനേ കഴിഞ്ഞുള്ളൂ. ദൈവത്തിന് അതിനേക്കാൾ നല്ല ജീവികളോട് പറയാം. കുറച്ച് ഒരു പ്രാവിനോടെങ്കിലും, കുറച്ച് പ്രാക്കളോടെങ്കിലും പറഞ്ഞുകൂടെ? വേറെ ഏതെല്ലാം നല്ല ജീവിയുണ്ട്? ഇത്രയും വൃത്തികെട്ട ഒരു ജീവി, ശവം കൊത്തി തിന്നുന്ന, എലിയേയും എല്ലാ മൃഗങ്ങളുടെയും ചീഞ്ഞ അവസ്ഥകൾ കൊത്തി തിന്നുന്ന കഴുകന് പകരക്കാരനായി നാട്ടുപുറങ്ങളിലുള്ള ജീവി. അപ്പോൾ ഈ ജീവിയോട് തന്നെ പറയണോ? ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അത്ഭുതം അംഗീകരിച്ചേ മതിയാവും. അത്ഭുതം, ദൈവം ചെയ്യുന്ന അത്ഭുതത്തെ അംഗീകരിക്കാത്ത ഒരുത്തനും അടുത്ത ഒരു അത്ഭുതം കാണാൻ കഴിയില്ല. ഏലിയാവ് ആ അത്ഭുതത്തെ അവൻ അംഗീകരിച്ചു. അവന് വിശ്വാസമുണ്ട് ദൈവം എന്നെ നടത്തും, എന്നാൽ നാം അംഗീകരിക്കണം. അത് ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ അംഗീകരിക്കണം. ദൈവം എന്ത് പറയുന്നുവോ അത് അംഗീകരിക്കണം. കാക്കയിൽ നിന്ന് പോഷിപ്പിക്കപ്പെടുക, അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദൈവവേലക്കൊക്കെ ഇറങ്ങുന്ന പലരുടെയും ബുദ്ധിമുട്ട്, വളരെ ശമ്പളം വാങ്ങിച്ചിരുന്ന പല പാസ്റ്റേഴ്സിന് എനിക്കറിയാം. 1 ലക്ഷവും 5 ലക്ഷവും ഒക്കെ ശമ്പളം മേടിച്ച ദൈവദാസന്മാർ സാധാരണക്കാരായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് 50 രൂപ 100 രൂപ എന്തിനു പറയണം 10 രൂപയൊക്കെ വാങ്ങുക എന്ന് പറയുന്നത് എന്തൊരു ബുദ്ധിമുട്ടാണ്. അതും ഒരു അത്ഭുതമാണ്. ഒരു 10 രൂപ കിട്ടുന്നത് അത്ഭുതമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ചർച്ച് പണിയുന്ന കാലത്ത്, ആദ്യത്തെ ചർച്ച് പണിയുന്ന കാലത്ത്, ഇപ്പോൾ പണിതതിനേക്കാൾ മുമ്പ് അന്ന് വേറെ മാർഗവുമില്ല. ആരെങ്കിലുമൊക്കെ ഇതുപോലെ കാക്കയെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം. അങ്ങനെ ഇരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു കരിസ്മ ഫയർ എന്നും പറഞ്ഞൊരു മീറ്റിംഗ് ഉണ്ട്. 98 മുതൽ ഞാൻ അതിൽ പോകുന്നതാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും ഉണർവ് മീറ്റിംഗ് ആണത്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ടെൻസിങ് എന്ന് പറയുന്ന ദൈവദാസനാണ് അത് നടത്തുന്നത്. കരിസ്മ ഫയർ എന്ന പേര്. അതിൻ്റെ കോർഡിനേറ്റർ ബ്രദർ മോളി, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കോർഡിനേറ്ററാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് 98 മുതൽ. അപ്പം ഞാൻ അവിടെ ചെന്നു. ഞാൻ അവിടുത്തെ മീറ്റിങ്ങുകളൊക്കെ നടത്തുമ്പോൾ ഒരിക്കൽ പാസ്റ്റർ എം എ വർഗീസ് പറഞ്ഞു, ഈ ചർച്ചിന് അവരുടെ ഫാസ്റ്റിംഗ് പ്രയറാണ്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ പറഞ്ഞപ്പോൾ അവർ എന്നെ പ്രത്യേകം വിളിച്ചു. ഞാൻ ആഴ്ചയിൽ എല്ലാ ദിവസങ്ങളിൽ പല ദിവസങ്ങളിൽ അവിടെ പോയി വരുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സിസ്റ്ററെ പരിചയപ്പെട്ടു. പുള്ളിക്കാരത്തി പറഞ്ഞു, പാസ്റ്ററുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അനുഗ്രഹമാണ്. അപ്പോൾ ഒരു വലിയ ഒരു ഗവൺമെൻറ് ഓഫീസറാണ്. അവർ പറഞ്ഞു, പാസ്റ്റർ ഒരു ഓഫറിങ് തരണമെന്ന്, ചർച്ചിൻ്റെ പണിയൊക്കെ നടക്കുകയല്ലേ, ഒരു ഓഫറിങ് തരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പം എനിക്ക് ഒരു പ്രാവശ്യം അന്ന് തിരുവനന്തപുരത്ത് പോയി വരാനായിട്ട് ഒരു 150 രൂപയാവും. 1998 കാര്യം. ഒത്തിരി പഴക്കമുള്ള കഥകളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററിനെ ഒരു ദിവസം വരണം, എന്നെ കാണാൻ വരണം. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ 150 രൂപ എന്നുള്ളത് വലിയ സംഖ്യയാണ്.
150 രൂപ മുടക്കി ഇതിനു വേണ്ടി തന്നെ ഒരു ദിവസം ചെന്നു. ഒരു മീറ്റിങ്ങിൽ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഈ സഹോദരി എന്നെ വെളിയിലോട്ട് കൊണ്ടുപോയി. എന്നോട് പറഞ്ഞു, പാസ്റ്റർ, കുറേ നാളായിട്ട് എൻ്റെ ഉള്ളിൽ ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. ഞാൻ അങ്ങനെ ആ കവർ എടുത്തു. ആ കവർ സ്വോത്രം ചെയ്ത് മേടിച്ചു. തിരിച്ചു വരുമ്പോൾ ബസ്സിലാണ് വരുന്ന സമയത്ത് ആകാംക്ഷ. ചർച്ചിൻ്റെ പണി നടക്കുകയാണ്. വലിയ ആവശ്യങ്ങളുടെ നടുവിലാണ്. ഒരു വലിയ ഓഫീസറാണ്, ഒരു ഗസറ്റഡ് ഓഫീസറാണ് ഈ ലേഡി. അവർ തന്ന പൈസയാണ്. ചർച്ചിൻ്റെ പണിക്ക് പൈസ വേണം. ഞാൻ അതിൽ വെച്ച് തുറന്നു നോക്കി, വെറും 10 രൂപ. എൻ്റെ ദൈവമേ, 150 രൂപ മുടക്കി പോയ എനിക്ക് ആ സഹോദരി തന്ന പൈസയാണ് 10 രൂപ. ഇതുപോലെ പല ആവർത്തികൾ പലയിടത്തു നിന്നും 2 രൂപ 10 രൂപയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് എനിക്കതറിയാം, അതെല്ലാം വാങ്ങാൻ ദൈവം എന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു. അതും കുറഞ്ഞതല്ല. 10 രൂപ വാങ്ങി, 2 രൂപ വാങ്ങി, അതിനേക്കാൾ ഒരു മനുഷ്യനും ചിന്തിക്കാത്ത വലിയ തുകകൾ പോലും, മറ്റുള്ളവർ പേടിക്കുന്ന തുകകൾ പോലും ഈ കൈകളിൽ ദൈവം തന്നു. ദൈവത്തെ സേവിച്ചതുകൊണ്ട് ദൈവം ഈ കൈകളിൽ തന്നത് ഞാൻ ഓർക്കുമ്പോൾ ഞാൻ തന്നെ എന്നെ വിശ്വസിക്കാൻ കഴിയാതെ അത്ഭുതപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആര് എന്ത് തന്നാലും അത് ദൈവത്താലാണ് എന്നറിഞ്ഞ് ചെറിയ തുകയെയും വലിയ തുകയെയും സ്തോത്രത്തോടെ അതിനെ ഒരു അത്ഭുതമായി അംഗീകരിക്കണം. 10 രൂപയാണെങ്കിലും ദൈവമല്ലേ തന്നത്, 10,000 ആണെങ്കിലും ദൈവം. അപ്പോൾ 10,000 ദൈവത്തിൻ്റെയും 10 രൂപ പിശാചിൻ്റെ അല്ലല്ലോ. അന്ന് എനിക്കത് അറിയില്ലായിരുന്നു. എന്നാൽ എല്ലാം, അപ്പം ചെറുതിലും വലുതിലും നമ്മുടെ മനോഭാവത്തെ ദൈവം പരിശോധിക്കുന്നുണ്ട്. അതിൽ അന്ന് എനിക്ക് വിഷമം വന്നത്, ഞാനൊരു ചർച്ച് പണിയുന്നു, അതിനൊരു തുക കിട്ടിയില്ലല്ലോ. എനിക്കതൊരു തമാശയായിട്ട് തോന്നി. പിന്നെ ഞാനതൊരു തമാശയാക്കി. എന്നാൽ ഞാൻ ഇന്നതൊരു തമാശയായിട്ട് പറയുന്നില്ല. അത് ദൈവം എന്നെ പോഷിപ്പിച്ച അന്നത്തെ രീതിയായിരുന്നു. നമുക്കിഷ്ടമല്ലെങ്കിലും ദൈവം ചില രീതികളെയെല്ലാം നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അതും ഒരത്ഭുതമായിരുന്നു. 10 രൂപയും അത്ഭുതമാണ്, 10 ലക്ഷവും അത്ഭുതമാണ്. കാക്കയെ കൊണ്ട്. അപ്പോൾ ഒരു അല്പമേ ഉള്ളൂ. കാക്ക കൊണ്ടുവന്ന് തരിക എന്ന് പറഞ്ഞാൽ, 1 വൃത്തിയില്ലാത്തതാണ്, 2 അല്പമേ കിട്ടുള്ളൂ. എന്നാൽ അല്പമാണെങ്കിലും വൃത്തിഹീനമാണെങ്കിലും ദൈവം തന്നതാണെങ്കിൽ അത് വിശുദ്ധമാണ്. ദൈവം അനുവദിച്ചതുകൊണ്ട് അത് കാക്ക കൊണ്ടുവന്നാൽ പോലും അത് വിശുദ്ധമാണ്. ദൈവത്തിൻ്റേതല്ലെങ്കിൽ അതെല്ലാം വിഷമുള്ളതാണ്. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമാകുമ്പോൾ ദൈവത്തിൻ്റെ പ്രോഗ്രാമിനകത്ത് അശുദ്ധികളില്ല, പരാജയങ്ങളില്ല, തിന്മകളില്ല, സകലതും നന്മയ്ക്കാണ്. അടുത്തത്, ഇതേ ഏലിയാവിനെ ദൈവം സറാഫത്തിലെ വിധവയുടെ വീട്ടിലേക്ക് വിടുന്നു. ആത്മഹത്യയുടെ വക്കിലെത്തിയ ഒരു വീട്ടിൽ പോയി കഞ്ഞി കുടിക്കുന്ന ഒരു മനുഷ്യൻ. എന്തൊരു നിന്ദയാണല്ലേ! ആത്മഹത്യയുടെ വക്കിലെത്തിയ ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയോ? അതെ, 2 വിറക് പിറക്കിയിട്ട് 2 അപ്പം ഉണ്ടാക്കിയിട്ട് ഞാനും മകനും കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യാനിരിക്കുകയാണ്. അതും ഒരു അത്ഭുതമാണ്. കാക്ക വന്നത് അത്ഭുതമാണ്. അത് അല്പമേ ഉള്ളൂ, അതൊരത്ഭുതമാണ്. വിധവയുടെ വീട്ടിലും അത്ഭുതമാണ്. അതായത് ദൈവം ചെയ്യുന്ന ചെറിയ അത്ഭുതങ്ങളെയും വലിയ അത്ഭുതങ്ങളെയും ഒരുപോലെ അംഗീകരിക്കുന്ന വ്യക്തികളായി നാം മാറണം. നീണ്ട നാളുകൾ ഏലിയാവിന് ഈ വീട്ടിൽ നിന്ന് കഴിക്കേണ്ടതായി വന്നു. ഒരു വിധവയുടെ വീട്ടിൽ. മറ്റുള്ളവർ നോക്കുമ്പോൾ നാണമില്ലേ ഈ ഉപദേശിക്ക്? വിധവയുടെ വീട്ടിൽ നിന്നാണോ കഴിക്കുന്നത്? അതെ, ദൈവം എവിടെയാക്കിയോ അത് സമൃദ്ധിയാണ്. ദൈവം കരുത്തിലാക്കിയാൽ അവിടെ സമൃദ്ധിയാണ്. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി, അതും ദൈവം തന്നതാണ്. ഒരു കൊച്ചു ജോലിയാണോ, അതിൻ്റെ അകത്തെ ചെറിയ വരുമാനം അത് ദൈവം തന്നതാണ്. അടുത്ത വരുമാനം ദൈവം തരുന്നതാണ്. അപ്പം ദൈവം തരുന്നതെല്ലാം സ്തോത്രത്തോടെ അംഗീകരിക്കുന്നവർക്ക്
ഈ ഏലിയാവിനെ പോലെയുള്ളവർക്ക് ദൈവം അടുത്തത് വെച്ചിരിക്കുന്നത് സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് സ്വർഗത്തിലെ അപ്പവും വെള്ളവും തരും. അത് സൂപ്പർ നാച്ചുറലാണ്. അപ്പോൾ സൂപ്പർ നാച്ചുറൽ വരുന്നതിന് മുമ്പ് നടന്നതും അത്ഭുതങ്ങൾ തന്നെയാണ്. കാക്ക കൊണ്ടുവന്നത് അത്ഭുതമല്ലേ? കാക്ക ആർക്കെങ്കിലും അതിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ആ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തതെന്ന് പറയുന്ന പോലെ അത്ര പിച്ചയാണ് കാക്ക, ആർക്കും ഒന്നും കൊടുക്കത്തില്ല. എന്നാൽ ആ കാക്ക നമുക്ക് തന്നെങ്കിൽ അതൊരു അത്ഭുതം. മരിക്കാനിരുന്ന വിധവ ആദ്യം നമുക്ക് തന്നെങ്കിൽ, ഏലിയാവിന് കൊടുത്തതുപോലെ ആരൊക്കെ ഇതുപോലെ നമ്മെ സഹായിച്ചെങ്കിൽ അത് അത്ഭുതം. അങ്ങനെയുള്ള വ്യക്തിക്ക് ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പുറകെ വെച്ചിട്ടുണ്ട്. അല്പത്തിൽ പരാതികളില്ലാതെ, ഒരു പരാതിയുമില്ലാതെ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്ന വ്യക്തികൾക്ക് ദൈവം അതിശ്രേഷ്ഠമായ സ്വർഗീയമായ ബലവത്തായ സ്വർഗീയ അപ്പവും സ്വർഗീയ വെള്ളവും കരുതി വച്ചിട്ടുണ്ട്. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തിന്നുക. തിന്നിട്ട് അവൻ കിടന്നുറങ്ങി. വീണ്ടും ദൂതൻ പറഞ്ഞു, എഴുന്നേറ്റ് തിന്നുക. തിന്നുകയും കുടിക്കുകയും ചെയ്തു. അവൻ വിശ്രമിച്ചു. അപ്പോൾ ദൈവം അവന് കൊടുത്തത് ഭക്ഷണവും വിശ്രമവും. ഭക്ഷണവും വിശ്രമവും നമ്മുടെ ശരീരത്തിന് വേണ്ട ഒന്നാണ്. ഇന്ന് പലർക്കും ഭക്ഷണവും വിശ്രമവും ഇല്ല. ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല, ഭക്ഷണം കൂടുതലാണ്, അതുകൊണ്ടൊന്നും വേണ്ടെന്ന്. ഫ്രിഡ്ജിൽ നിറഞ്ഞിരിക്കുന്നു, മേശപ്പുറത്ത് വിളമ്പി വെച്ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല. അടുത്തത് വിശ്രമമില്ല, ഉറക്കം. ഭക്ഷണവും ഉറക്കവും ഇത് ദൈവം ഏലിയാവിന് കൊടുത്തു. അവൻ വളരെ ഫ്രഷായി. അവൻ ഫ്രഷായി കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, വരാൻ പറഞ്ഞു. 40 ദിവസം കൊണ്ട് ദൈവത്തിൻ്റെ അരികിലേക്ക് അവൻ നടന്ന് അടുത്ത് ചെന്നു. ദൈവമായിരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ വന്നു. അവിടെ വെച്ച് ദൈവം പറഞ്ഞു, നീ തീരില്ല, നീ വലിയ കാര്യങ്ങൾ ചെയ്യും. നീ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം. നീ നിനക്ക് പകരം ഏലീശയെ അഭിഷേകം ചെയ്യണം. ഒരു വലിയ ഇമ്പാർട്ടേഷൻ്റെ, ഒരു പകർച്ചയുടെ ശുശ്രൂഷ ഇനിയും തുടങ്ങാൻ പോകുന്നു. നീ തീർന്നെന്ന് പറഞ്ഞെടുത്ത് ഞാൻ നിന്നെ കൊണ്ട് തുടങ്ങിപ്പിക്കും. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ കരം. ഇതാണ് ദൈവത്തിൻ്റെ കൃപ. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു ദൈവ പൈതൽ അറിയണം, ദൈവം തരുന്നതെല്ലാം വാങ്ങ്. ദൈവം എന്ത് തന്നാലും സ്തോത്രം. ചിലപ്പോൾ ചെറിയ വരുമാനമായിരിക്കും, ചെറിയതായിരിക്കും. ഒരു ചെറിയ ഗിഫ്റ്റ് ആരെങ്കിലും തന്നു, മേടിക്ക്. വില കൂടിയതല്ല, സാരമില്ല, ദൈവം തന്നതാണ്. ഒരു മിഠായിയാണോ ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയത്? മതി. ദൈവം അനുവദിച്ചിട്ടാണ് ഇത് കിട്ടുന്നത്. നീ ദൈവത്തെ സേവിച്ചതിൻ്റെ നന്മയാണ്. നിനക്ക് 100 രൂപ ആരെങ്കിലും തന്നു, നിനക്ക് 10,000 തന്നു, തന്നവരെയും പ്രശംസിക്കേണ്ട. ദൈവത്തിന് വലിപ്പച്ചെറുപ്പം അനുസരിച്ച് സ്തോത്രം പറയേണ്ട. സകലത്തിനും ഒരുപോലെ സ്തോത്രം. കർത്താവേ, 100 രൂപയ്ക്കായി നന്ദി, 1,00,000 രൂപയ്ക്കായി നന്ദി. ഒരു ചെറിയ ജോലി കിട്ടി, ഒരു ചെറിയ വരുമാനമുണ്ടായി, അത് സൂപ്പർ നാച്ചുറലാണെന്ന് പറയണം, അത്ഭുതമാണെന്ന് പറയണം. ഏറ്റവും വലുത് മാത്രമല്ല അത്ഭുതം, ചെറുതും ദൈവത്തിൻ്റെതാണ്. ഇഷ്ടപ്പെടാത്തത് പോലും നമ്മൾ നന്ദി പറഞ്ഞ് അതിനെ അംഗീകരിക്കുമ്പോൾ ദൈവം സ്വർഗം തുറന്ന് അമാനുഷികമായ ചിലതുകൂടി നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾ വിശ്വസിക്കുക. ഈ ദൂത് കേൾക്കാനുള്ളവർ ഇന്ന് ഇതിൻ്റെ മുൻപിലുണ്ട്. എല്ലാറ്റിനെയും അംഗീകരിക്കുക. ദൈവം അനുവദിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും അംഗീകരിക്കുക. ദൈവത്തിൻ്റെ പരിശോധനകളിൽ നാം കൊള്ളാകുന്നവരായി തീരട്ടെ. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, അങ്ങ് അനുവദിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരാതിയുമില്ലാതെ സ്തോത്രം പറയുന്ന ഒരു നല്ല മനോഭാവത്തിൻ്റെ ഉടമസ്ഥരാക്കി ഞങ്ങളെ മാറ്റണം. സൗഖ്യവും ബലവുമുള്ള ഒരു വലിയ കൃപ ഈ മക്കളുടെ മേൽ വരട്ടെ. ഇവർ കേട്ട വചനങ്ങൾ ഇവരെ സൗഖ്യമാക്കട്ടെ. ഈ കേട്ട വചനത്തിലൂടെ ഇവർ വിടുതൽ പ്രാപിക്കട്ടെ. ഇവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അത്ഭുതകരമായ ഉറവകളെ കർത്താവേ, യഥാസമയങ്ങളിൽ ഇവർക്ക് കൽപ്പിച്ചാക്കി അവരെ മാനിക്കണം. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. കൂടാതെ ഉപവാസ പ്രാർത്ഥനയും തുടരുന്നു. ഇന്ന് രാവിലെ സഭയിൽ വെച്ച് 10:30 നമുക്ക് ഉപവാസ പ്രാർത്ഥന സമാപന ദിവസമാണ്. ഇന്നൊരു അവധി ദിവസമാണല്ലോ.
കുഞ്ഞുങ്ങളെല്ലാവരും കടന്നു വരണം. മാതാപിതാക്കൾ മറക്കരുത്. ഈ സമാപന ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ആരാധിക്കാം, കർത്താവിൽ ആനന്ദിക്കാം. അതുപോലെ ഇന്ന് വൈകിട്ട് ഉപവാസ പ്രാർത്ഥന സൂമിലില്ല, വൈകിട്ടില്ല. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗമുണ്ട്. ഒരുമിച്ച് കൂടാം, കർത്താവിൽ സന്തോഷിക്കാം, കർത്താവിന് വേണ്ടി ചെലവിടാം. ഗോഡ് ബ്ലെസ് യു.